അസ്സലാമലൈക്കും. ഫാറൂഖ് ചെർപ്പളശ്ശേരിയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഫാത്തിമ മോളാണ്. ഫാത്തിമ മോൾക്ക് മജ്ജ മാറ്റി വെക്കേണ്ട ഒരു അസുഖമാണ്. എന്താ പറയുക, ഇത്ര ചെറുപ്പത്തിൽ തന്നെ പൊന്നുമോൾക്ക് അള്ളാഹുവിൻ്റെ ചെറിയൊരു പരീക്ഷണം വന്നു. പെട്ടെന്ന് മാറൂട്ടാ, അസുഖമൊക്കെ പെട്ടെന്ന് മാറൂട്ടാ. എല്ലാവരോടും ഈ മോൾക്ക് 2-3 ദിവസം കഴിഞ്ഞാൽ രക്തത്തിൻ്റെ കൗണ്ട് പെട്ടെന്ന് 0 ആകും. മോൾ അങ്ങനെ തളർന്നു വീഴും. ഇതാണ് മോളെ അസുഖം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മോളെ പോലെ കണ്ടുകൊണ്ട് ഈ പൊന്നു മോളെ നമുക്ക് എല്ലാവർക്കും സഹായിക്കണം. അതുമാത്രമല്ല, വലിയ സങ്കടമായിപ്പോയി ഈ വീട്ടിൽ വന്നപ്പോൾ. കാരണം ഒരുപാട് നടന്നിട്ട് ഇവിടെ എത്തിയത്. ഈ വീടിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ നോക്കി നിങ്ങൾ, എപ്പോഴാണ് നിലം പൊത്തുക എന്ന് പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു വീടാണ് മോളെ വീട്. ഇത് മോളെ ഉമ്മയാണ്. ഹലോ, അസ്സലാമലൈക്കും. എൻ്റെ മോളാന്നേ ഇത്. മോളെ മജ്ജ മാറ്റി വെക്കാൻ 10-30 ലക്ഷം ഉറുപ്പികയാണ്. അത് നിങ്ങൾ എന്ത് സഹായം എനിക്ക് തരൂ. അസ്സലാമലൈക്കും. പ്രിയപ്പെട്ടവരെ, ഫാത്തിമ മോളെ നമ്മളെല്ലാവരും സഹായിക്കണം. കാരണം നീ കൂടെ വന്നിട്ട് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. കാരണം ഇവരുടെ അവസ്ഥ കണ്ടിട്ട് പടച്ചോനെ, റബ്ബിൻ്റെ ഒരു ചെറിയ പരീക്ഷനാണ്. എന്താ പറയുക, ഈ മോളെ കണ്ടിട്ട് നിങ്ങൾ സഹായിക്കാണ്ടിരിക്കരുത്. കാരണം അത്രമാത്രം പ്രയാസമാണ്. നമ്മുടെ മക്കളെ പോലെ കണ്ടിട്ട് നിങ്ങൾ സഹായിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ കരച്ചിൽ വന്നു മോളെ അവസ്ഥ കണ്ടിട്ട്. കാരണം ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. പോയിട്ട് എല്ലാവരും സഹായിക്കട്ടോ. അതുപോലെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ നമ്മുടെ കൂടെ ഉണ്ട്. ഈ പഞ്ചായത്തിൽ തന്നെ 3-4 വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. എല്ലാവരും വലിയ പ്രയാസത്തിലാണ്. അദ്ദേഹം 2 വാക്കുകളോട് പറയും. ഇൻഷാ അല്ലാഹ്. ഈ കുട്ടിയുടെ അവസ്ഥ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഏറ്റവും അർഹതപ്പെട്ട ഇവരെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ ചികിത്സയോടൊപ്പം തന്നെ വീടിൻ്റെ അവസ്ഥയും നമുക്ക് കണ്ടാൽ മനസ്സിലാവും. സാങ്കേതിക കുരുക്കാണ് ഔദ്യോഗിക ഭാഗത്തു നിന്നുള്ള വീട് കിട്ടാനുള്ള തടസ്സങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ നമുക്ക് സംരക്ഷിക്കണം. കുട്ടിയുടെ അസുഖത്തെക്കുറിച്ചൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഏറ്റവും അർഹതപ്പെട്ടതും ഏറ്റവും പാവപ്പെട്ടതുമായ ഒരു കുടുംബമാണ്. അവരെ സഹായിക്കണം എന്നാണ് പറയാനുള്ളത്. ഫാത്തിമ മോളെ എല്ലാവരും സഹായിക്കൂട്ടോ. മോള് ഭയങ്കര ആക്റ്റീവാണ്. കാരണം എന്താ അറിയോ, നല്ല സംസാരിക്കും. പക്ഷേ പെട്ടെന്ന് തന്നെ രക്തത്തിൻ്റെ കൗണ്ട് കുറയും. മോള് തളർന്നു വീഴും. ഡോക്ടർമാർ പറഞ്ഞത് ഇന്നെങ്കിൽ ഇന്ന് ഈ മോളെ മജ്ജ മാറ്റി വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്ര പ്രയാസമാണ്. ഇനി ഒരു ശക്തമായ മഴ ഉണ്ടെങ്കിൽ ഈ വീടിൻ്റെ അവസ്ഥ കണ്ടില്ലെങ്കിൽ ഏത് നിമിഷവും നിലം പൊത്തും. സത്യം പറഞ്ഞാൽ വലിയ സങ്കടമാണ്. പ്രിയപ്പെട്ടവർ, സഹായിക്കണം. ഈ മോളെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇതിനുവേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് കഴിയുന്ന പോലെ സഹായിക്കണം. ഇത് ഇരിട്ടി ജില്ലയിൽ എവിടെയാണ് നിൽക്കുക? കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത അയ്യപ്പൻകാവ്. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത് അയ്യപ്പൻകാവ് എന്ന് പറയുന്ന പ്രദേശമാണ്. ഈ നാട്ടിൽ തന്നെ ഇപ്പോൾ നമ്മൾ 1-2-3 വീഡിയോ ആയി ചെയ്യുന്നു. കാരണം ഈ നാട്ടിൽ വന്നപ്പോഴാണ് ചെറിയ ചെറിയ മക്കളൊക്കെ പരീക്ഷണങ്ങൾ കാണുന്നത്. സഹായിക്കണം പ്രിയപ്പെട്ടവരെ. എല്ലാവരും സഹായിക്കുമെന്ന വിശ്വാസത്തോടു കൂടി സ്നേഹത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.